ഹലോ വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ സാരി മേക്കപ്പ് ആണ്. ഇത് നമുക്ക് ഫംഗ്ഷൻ ഒക്കെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. നമ്മളിതിൽ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒരു മേക്കപ്പിൽ മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട്, ലാക്ടോ കലാമിൻ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പണ്ട് ഞാൻ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഇത്. അപ്പം ഇത് എന്താ പറയുക, ലാക്ടോ കലാമിനും ഒരു 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 ടാൽക്കം പൗഡറും അതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലാക്ടോ കലാമിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷന് പോകുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കൊച്ചു ബെലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോസ് ഒന്നും മിസ് ചെയ്യേണ്ട, അപ്പം തന്നെ കാണാനും പറ്റും. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എന്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ലോട്ടസിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കുറച്ച് എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അത് തന്നെ എന്തായാലും മോയ്സ്ചറൈസർ ഇടണം. അതിനുശേഷം ഈ ഒരു ലാക്ടോ കലാമിൻ ലോഷൻ എടുക്കുകയാണ്. അപ്പൊ അത് കുറച്ച് എടുത്തിട്ട് ഫേസിലും നെക്കിലും എല്ലാം ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഓരോ ബോട്ടിൽസ് ആണ്, ഓരോ കളർ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കോമ്പിനേഷൻ ടു നോർമൽ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഗ്രീൻ കളറിലുള്ള ബോട്ടിലാണ്. അതുപോലെ തന്നെ ഓയിലി സ്കിന്നിന് വേറെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് അധികം ഓയിലി ആയിട്ടിരിക്കില്ല, ഒരു നല്ലൊരു ലൈറ്റനിങ് ഇഫക്റ്റ് കിട്ടും. അപ്പൊ നല്ല സംഭവമാണ് കേട്ടോ. നമ്മളൊരു ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വളരെയധികം നല്ലതായിരിക്കും. അപ്പൊ അതേ കണ്ടില്ലേ. ഇനി അടുത്തതായിട്ട് ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഇത് Maybelline ഫിറ്റ്മി പോർലെസ് കോമ്പാക്ട് പൗഡർ ആണ്. അപ്പൊ ഇത് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഫേസിലും നെക്കിലും എല്ലാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു കോമ്പാക്ട് പൗഡറിന്റെ ഷെയ്ഡ് വന്നിട്ട് 330 ടോഫി ആണ്. അപ്പൊ ഇത് ഇരുനിറമുള്ളവർക്ക് നല്ല സ്യൂട്ട് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. ഞാനിപ്പോ രണ്ടാമത്തെ ട്രിപ്പ് ഓർഡർ ചെയ്തതാണ്. ഫസ്റ്റ് തീർന്നു. അപ്പം ഇതെന്റെ ഒരു ഫേവറേറ്റ് കോമ്പാക്ട് പൗഡർ ആണ്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പൊ ഇത് ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിലും നെക്കിലും എല്ലാം. അടുത്തതായിട്ട് മ്യൂസിക് ഫ്ലവറിന്റെ ഈ ഒരു ജെൽ ഐലൈനർ ആണ് എടുത്തിട്ടുള്ളത്. ഐലൈനർ ബ്ലാക്കും ഉണ്ട് ബ്രൗണും ഉണ്ട്. ഇത് ബ്രൗൺ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ക്രീസിലും ഐലിഡ്സിലും ഫുൾ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലമ്മിന്റെ ഈ ഒരു കാജലാണ്. അപ്പൊ ഇത് വെച്ചിട്ട് കണ്ണിന് മുകളിലും താഴെയും നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് നല്ലൊരു കാജലാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മളിങ്ങനെ എഴുതുമ്പോൾ അപ്പൊ തന്നെ അങ്ങ് സ്റ്റിക്കി ആയിട്ടിരിക്കും, ഒട്ടും തന്നെ സ്മജ് ആകില്ല, വാട്ടർ പ്രൂഫ് ആണ്, നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലുള്ള ഒരു കാജലാണ്.
ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഇപ്പം ചില ഇങ്ങനെ പെൻ ടൈപ്പിലുള്ള കാജലൊക്കെ ഇല്ല, അത് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തീർന്നു പോകും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇങ്ങനെ പെൻസിൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറെ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു കാജലാണ്. അടുത്തായിട്ട് മേബിലിന്റെ ഈ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്നും ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് നേരത്തെ കണ്ണിന് മുകളിലായിട്ട് വരച്ചു കൊടുത്തില്ലേ കാജൽ വെച്ചിട്ട്, അതിന് മുകളിലായിട്ട് ജസ്റ്റ് ഈ ഒരു ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ താഴെയും ഈ സെയിം ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു മസ്കാര കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മേബിലിന്റെ ഹൈപ്പർക്കൽ മസ്കാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ജസ്റ്റ് നമ്മുടെ ഐലാഷസ് ഒക്കെ ഒന്ന് നല്ല വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും. കണ്ണ് കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പൊ ഇതുകൂടെ ഇട്ട് കൊടുത്ത് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ലിപ് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ ലാക്മേ 95 വെയ്റ്റ്ലെസ് മോസ് ലിപ് ആൻഡ് ചീക്ക് കളർ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബർഗണ്ടി ഡാഷ്. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ നമുക്ക് അധികം എടുത്തറിയാത്ത രീതിയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് എടുത്തിട്ടൊന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് എന്റെ ഫിംഗർ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യം എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഹൈലൈറ്റർ ആണ്. ഇത് മേബിലിന്റെ മാസ്റ്റർ ക്രോൺ ഹൈലൈറ്റർ ആണ്. അപ്പൊ ഇത് നമ്മുടെ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണിത്. അധികം മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നുമില്ല. അപ്പൊ ഇതില് നമുക്ക് ഫംഗ്ഷൻ ഒക്കെ പോവുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾ കോളേജ് ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇതില് മേക്കപ്പ് പ്രോഡക്ട്സിന്റെ എണ്ണം കുറയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യണം. അപ്പൊ ഇതില് മിസ്സിംഗ് ആയിട്ടുള്ളത് ഒരു പൊട്ടാണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൊട്ടുകൂടെ വെക്കാം. അപ്പൊ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പൊട്ട് വെക്കുക അല്ലെ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് മുകളിലുള്ള ഹെയർ ഫുള്ളായിട്ട് ഞാനിങ്ങനെ ചീകിയെടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനെ ജസ്റ്റ് നന്നായിട്ട് ഒതുക്കി എടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം, ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യാം. അപ്പൊ നമുക്കൊരു പഫ് കിട്ടും. അതിനെ ഫിക്സ് ചെയ്ത് വെക്കുക. ആൻഡ് ബാക്കിലുള്ള ഹെയർ എല്ലാം കൂടെ എടുത്തിട്ട് നമുക്കൊരു ആദ്യം ഒരു ഹെയർ ബാൻഡ് ഇട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഇതിനെ 2 പാർട്ട് ആക്കുക. ഓക്കെ, കണ്ടില്ലേ? എന്നിട്ട് അതിനെ ഒരു പാർട്ട് എടുക്കുക, അതിനെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊണ്ടുവരിക, ഹെയർ ബാൻ മാതിരി. കണ്ടില്ലേ? ഇതുപോലെ ചുറ്റിയെടുക്കുക. ഒരു യു പിൻ വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ചെയ്യാം. കണ്ടില്ലേ? ട്വിസ്റ്റ് ചെയ്യുക ആൻഡ് ദെൻ ചുറ്റി വയ്ക്കുക. ഹെയർ ബൺ, ഒരു സിമ്പിൾ ഹെയർ ബൺ ആണിത്. കാണാനും നല്ല രസമാണ്. അപ്പൊ യു പിൻസ് യൂസ് ചെയ്യുക, അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് അത് സഹായിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും യു പിൻസ് തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കെട്ടി വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അഴിഞ്ഞു വീഴും. ഇനി ഞാനൊരു പൊട്ടുകൂടെ കൊടുക്കുകയാണ്. അപ്പൊ ഒരു ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പൊട്ട് പോലെ വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ബ്ലാക്ക് കളർ പൊട്ട് നോക്കിയിട്ട് ഇവിടെ കാണില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഐലൈനർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ പൊട്ടുകൂടെ കൊടുത്തെങ്കിലല്ലേ നമ്മുടെ ഒരു സാരിക്ക് ചേരുന്ന ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഞാനൊരു നെക്ലസ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ നെക്ലസും കമ്മലും ഒറ്റ ഇതായിട്ട് ആമസോണിൽ ഞാൻ മേടിച്ചതാണ് കേട്ടോ.
രണ്ടും ഒരുമിച്ച് തന്നെ മേടിച്ചതാണ്. അതുപോലെ തന്നെ സാരിയും ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഈ സാരി ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനുള്ള ഒരു സാരിയാണ്. ബോർഡർ ആയിട്ട് വന്നിരിക്കുന്നത് സിൽവർ കളറാണ്. അപ്പൊ അത് കാരണം അതിനോടൊപ്പം സിൽവർ കളറിലുള്ള ജ്വല്ലറീസും പെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള സാരി മേക്കപ്പ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലാക്ടോ കലാമിൻ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ മേക്കപ്പ്. അപ്പൊ അധികം മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക്, ഫൗണ്ടേഷനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണ്. നമുക്കിത് ഫംഗ്ഷന് വേണമെങ്കിലും ചെയ്തുകൊണ്ട് പോകാം, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണ്. ഓക്കെ, നല്ലൊരു പ്ലസന്റബിൾ ലുക്ക് ഇല്ലേ ഈ ഒരു മേക്കപ്പിന്. അതുപോലെ തന്നെ ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ കോളേജ്, ഓഫീസ് അവിടെയൊക്കെ പോകുമ്പോൾ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഹൈലൈറ്ററും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു മോയ്സ്ചറൈസറും ഈ ഒരു ലാക്ടോ കലാമിന്റെ ലോഷനും അതുപോലെ അതിനുശേഷം ഒരു കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ഒരു ടാൽക്കം പൗഡറോ ഇട്ട് സെറ്റ് ചെയ്യുക. ആൻഡ് ദെൻ കാജലോ കയറി കഴിഞ്ഞാൽ സിമ്പിൾ അത്ര തന്നെ മതി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടണം. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.